ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ നമ്മുടെ താണ്ട ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു വലിയൊരു ബൗളിലേക്ക് ഇടാം. ഒരു പാത്രത്തിലേക്ക്, ഒരു ചരുവത്തിലേക്ക് അത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മളങ്ങ് ഇതിൽ തന്നെ അങ്ങ് ഇളക്കാൻ പോകണം. അങ്ങ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് സംഭവം എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ്. അത്യാവശ്യം വലിപ്പമുള്ള, അത്യാവശ്യം വലിപ്പം തന്നെ, അധികം വലിപ്പമില്ല, മീഡിയം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി സ്വല്പം ഇടാം. ഇനി കാശ്മീരി മുളക് പൊടി, അത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള, എരിവിനും അത്യാവശ്യം ഒരു കളറിനും എല്ലാം കൂടെ വേണ്ടിയിട്ടുള്ള മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മതിയാ. ഇനി ഒരു നുള്ള് കുരുമുളക് പൊടിയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഇത്ര സാധനം നമുക്ക് ചേർത്തിട്ട് ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ ചേർക്കുക കേട്ടോ. ഇതേ നമുക്കുണ്ടല്ലോ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഉള്ളിയൊക്കെ ചേർത്ത് വെക്കാം. പിന്നെ പച്ചമുളക്, മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് വേണം ചെയ്യാം. ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏത് രീതി വെച്ചാലും പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു. അതെ, പ്രത്യേകിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ചിപ്സ് പോലെ പിള്ളേര് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തിന്നുന്ന പോലെ. അതെ അതെ. അപ്പൊ നമ്മൾ ഈ ഇത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. സ്റ്റൗ ഒന്ന് കത്തിച്ചേരാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഊണ് കഴിക്കാൻ നേരം കൈ കിട്ടൂര്. നമുക്ക് ഈ ഊണ് കഴിക്കാൻ നേരം നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പ പരിപാടി. മിക്ക വീടുകളിലും നമുക്ക് എന്നും കാണുന്നൊരു സംഭവമാണ് ഉരുളക്കിഴങ്ങ്. ഇപ്പൊ ചട്ടിയെ ചൂടായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒന്ന് ഇട്ടിട്ട് ഞാൻ കൈ കഴുകാം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ചൂടായോ? അപ്പൊ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തെ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ നമ്മൾ ആവിയിൽ തന്നെയാണ് നമ്മൾ ഒരു സ്പൂൺ നമ്മുടെ ചെറിയ അപ്പോഴേ നമ്മുടെ 2 ടേബിൾ സ്പൂൺ ആവത്തുള്ളൂ. നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പം അതിന് മുമ്പ് നമുക്ക് എണ്ണ ഒന്ന് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് 2 വറ്റൽമുളക്, ചെറിയ 2 വറ്റൽമുളക് കീറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ നമ്മള് തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീയുടെ ആവശ്യമില്ല. അപ്പൊ കടുക് എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന്റെ അകത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഉപ്പും ഇതെല്ലാം കൂടെ പുരട്ടി വെച്ചേക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഊറി പോന്നിട്ടുണ്ട്. ആ വെള്ളം കൂടി ഇതിൻ്റെ കൂടെ വേറെ വെള്ളം ഇതൊന്ന് വേകാനും പിന്നെ ഉപ്പും മുളകും എല്ലാം അതിൻ്റെ ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇളക്കി എല്ലാം യോജിപ്പിക്കണം. അപ്പം ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ അതിലെല്ലാ വശങ്ങളിലും ഒക്കെ ഒന്ന് എത്തി അത് നല്ല ചൂട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ ഇത് ഫ്രൈ പാനിൻ്റെ അകത്തൊക്കെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. നമ്മൾ ചീനച്ചട്ടിയിലോ ഫ്രൈ പാനിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് നടുക്കോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിത് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെക്കണം. അടച്ചിരുന്ന് വേഗട്ടെ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു
ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം അടിക്ക് പിടിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചോണം. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അടിക്ക് പിടിക്കത്തില്ല. കാര്യം എണ്ണ നമുക്ക് അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കത്തില്ല. എങ്കിലും നമ്മളൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടേക്കാം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമുക്കപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നമ്മളൊരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കിയായിരുന്നു. സംഭവം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. നമ്മൾ ആ വെള്ളമൊക്കെ വറ്റി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഉപ്പുണ്ടോന്ന് നോക്കണം. ഇനി എത്ര നമ്മൾ ഒന്ന് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇളക്കി ഒന്ന് ഇട്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട്. അപ്പൊ ഇനി ഇതെല്ലാം ഇങ്ങനെ അടപ്പ് വെക്കാതെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റോടെ ഒന്ന് നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സംഭവം. അപ്പോൾ എന്നാലും നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയാലോ. ഡ്രൈ ആക്കണമെന്നുള്ളവർക്ക് ആക്കിയാൽ മതി. ഇങ്ങനെയാണെങ്കിലും ടേസ്റ്റാണ് സംഭവം. എന്തായാലും നമുക്കൊന്ന് ഉപ്പ് നോക്കാം. നല്ല ചൂടായിരിക്കും, ചിലപ്പോൾ പല്ല് അതായിരിക്കും. നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ നോക്കാനായിട്ട്. നമ്മുടെ ചട്ടുകമാണെങ്കിൽ വളരെ പിച്ചാത്തി പോലത്തെ ചട്ടുകമാണ്. നമ്മളെക്കാളൊക്കെ പ്രായമുള്ള വളരെ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ ചട്ടുക. ചട്ടുക ചീനച്ചട്ടി ഇതെല്ലാം നമ്മളെക്കാളൊക്കെ ഒത്തിരി ചേട്ടാ ചേച്ചി ഞങ്ങള് ഇങ്ങോട്ട് പോന്നപ്പോ നമുക്ക് അമ്മ നമുക്ക് തന്നു വിട്ട സാധനങ്ങളാണ്. അപ്പൊ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. കുഴപ്പമില്ല. ഒരുപാട് എരിയായി കഴിഞ്ഞാൽ പിള്ളേർക്കൊന്നേ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചൂടുണ്ട്. കറക്റ്റല്ലേ? അപ്പൊ എരിയും ഉപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അപ്പൊ ഇനി ഇത് കൂടുതൽ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്നു വെച്ച് ഒരു 1-2 മിനിറ്റ് കൂടി ഇരുന്ന് കഴിയുമ്പോൾ ക്രിസ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട്. 1-2 മിനിറ്റ് കൂടെ വെച്ച് അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയാക്കി കിട്ടും. അല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, അടിപൊളിയായിരിക്കും. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ ടേസ്റ്റ്. കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനും വേറെ ടേസ്റ്റ്. കാര്യം കൊച്ചു പിള്ളേർക്ക് ചിലപ്പോൾ ഉള്ളി അങ്ങോട്ട് ഇഷ്ടപ്പെടണം, അതുകൊണ്ടാണ് ഉള്ളി ഒഴിവാക്കിയത്. അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സംഭവം നമുക്ക് പെട്ടെന്ന്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ നിൽക്കുമ്പോഴത്തേക്കും കറികളൊക്കെ അപ്പൊ എല്ലാവരും അത് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് രൂപത്തിൽ നമുക്ക് താഴെ ഒന്ന് എഴുതുക. അപ്പൊ ഇതിന്റെ സംഭവം ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇത് അറിയാൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.